മദറും അമ്മച്ചിയും അനുവുമായിരുന്നു മുന്നിൽ. മദറിനെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുമായിരുന്നു, റോസി അമ്മ പറഞ്ഞു. ആണോ? റോസി പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാറ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ മോൾക്ക് വയ്യാതെ വന്നു, റോസി മോളുടെ അടുത്താണെന്ന് എല്ലാം ഞാൻ സാറയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ മോളെ നോക്കാൻ വന്നിരിക്കുക രണ്ടുപേരും. മദർ റോസി അമ്മയോട് പറഞ്ഞു. മോളെവിടെ റോസി? സാറ അമ്മച്ചി റോസിയോട് ചോദിച്ചു. മോള് കിടക്കുകയാണ്. പിന്നെ റോസി, വേറൊന്നും വിചാരിക്കരുത്, ഞങ്ങൾ മോളുടെ കൂടെ നിൽക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്, സാറ അമ്മച്ചി റോസി അമ്മയോട് പറഞ്ഞു. അതിനെന്താ? റോസി അമ്മ ചോദിച്ചു. റോസിക്ക് ഞങ്ങളിവിടെ മോളെ നോക്കാൻ നിൽക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് പ്രശ്നം? നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവളല്ലേ ആവണി. ഞാൻ നോക്കിയാലും സാറ് നോക്കിയാലും ഒരുപോലെ തന്നെയല്ലേ. പിന്നെ എന്താ? റോസി അമ്മ സാറാമ്മച്ചിയോട് പറഞ്ഞു. ആണോ? നിങ്ങൾ വാ, നമുക്ക് മോളുടെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ 4 പേരും കൂടി ആവണിയുടെ അടുത്തേക്ക് പോയി. അവർ റൂമിൽ ചെല്ലുമ്പോൾ ആവണി നല്ല ഉറക്കത്തിലായിരുന്നു. സാറാമ്മച്ചി പോയി ആവണിയുടെ നെറ്റിയിലൊന്ന് തൊട്ടുനോക്കി. ചൂടുണ്ടല്ലോ. നേരത്തെ നല്ല ചൂടും പനിയും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് കുറഞ്ഞതാണ്, റോസിയമ്മ പറഞ്ഞു. എന്നിട്ട് റോസിയമ്മയും ആവണിയുടെ അടുത്ത് വന്ന് ഇരുന്നു. ആണോ? എന്നാൽ ശരി, മോൾ ഉറങ്ങട്ടെ, നമുക്ക് അപ്പുറത്ത് പോയി ഇരിക്കാം സാറാ, മദറമ്മ പറഞ്ഞു. മോൾ ഇനി നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ട് എണിക്കണ്ട, ഉറങ്ങിക്കോട്ടെ. അമ്മച്ചി, ഞാൻ ചേച്ചിയുടെ അടുത്തിരുന്നോട്ടെ, അനു ആവണിയുടെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു. വേണ്ട വേണ്ട, നീ വെറുതെ ഇവിടെ ഇരുന്ന് മോളെ എഴുന്നേൽപ്പിക്കും, നീ പുറത്തേക്ക് വന്നേ, സാറമ്മച്ചി അനുവിനോട് പറഞ്ഞു. ഇല്ല അമ്മച്ചി, ഞാൻ ചേച്ചിയുടെ കൂടെ കിടന്നോളാന്നേ, ചേച്ചി ശല്യപ്പെടുത്തി എഴുന്നേൽപ്പിക്കില്ല, അനു വീണ്ടും വീണ്ടും പറഞ്ഞു. ശരി എന്നു പറഞ്ഞ് അവർ 3 പേരും റൂമിൻ്റെ പുറത്തേക്ക് പോയി. അവർ പോയതും അനുമല്ലേ ആവണിയുടെ അപ്പുറത്ത് സൈഡ് പോയി കിടന്നു. കുറച്ചു നേരത്തിന് ശേഷം മദർമ്മ വന്ന് നോക്കിയപ്പോൾ കണ്ടത് ആവണെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന അനുവിനെയാണ്. മദർ ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കി നിന്നു കുറച്ചു നേരം. എന്നിട്ട് അവരുടെ അടുത്തു നിന്ന് പോയി. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ആവണി മെല്ലെ കണ്ണുറന്നു. അപ്പോഴാണ് തൻ്റെ ഒപ്പം ആരോ കിടക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയത്. അവളെ തിരിഞ്ഞ് ആളെ നോക്കി. തൻ്റെ ഒപ്പം തൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അനുവിനെയാണ് അപ്പോൾ കണ്ടത്. അവളെ കണ്ട് ശരിക്കും ആവണിയൊന്ന് ഞെട്ടി. പിന്നെ അനുവിനെ തട്ടി വിളിക്കാൻ തുടങ്ങി. അനു, അനുട്ടി, എഴുന്നേറ്റ് ഒന്ന്. എൻ്റെ അമ്മച്ചി, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോൾ എഴുന്നേക്കാം, അനു ഉറക്കത്തിൽ പിറുപിറുത്തു. ഈ പെണ്ണ്, ഇത് രാവിലെ അമ്മച്ചി വിളിക്കാം എന്ന് പറഞ്ഞിരിക്കാ തോന്നുന്നു. ഇവളുടെ ഒരു കാര്യം. എടി അനു, എഴുന്നേൽക്ക്, ആവണി അവളുടെ കയ്യിൽ ഒന്നുകൂടി തട്ടി വിളിച്ചു. അപ്പോൾ ആരോ തന്നെ വിളിക്കുന്ന പോലെ തോന്നി അനു ഒന്ന് കണ്ണുറന്നു. അനു, അനു. അവൾക്ക് അപ്പോഴും ഉറക്കപ്പിച്ച് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ അനു? എന്താ ചേച്ചി, എന്താ വേണ്ടേ? ഷെടാ, എനിക്കൊന്നും വേണ്ട, നീ എപ്പോഴാടി വന്നേ? അമ്മച്ചി എവിടെ? ആവണി അനുവിനോട് ചോദിച്ചു. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി ചേച്ചി, ഞങ്ങൾ വരുമ്പോഴേ ചേച്ചി നല്ല ഉറക്കമായിരുന്നു, അപ്പോൾ ഞാനും കൂടെ വന്ന് കിടന്നതാണ്. ആണോ? അപ്പോൾ അമ്മച്ചി എവിടെ? അമ്മച്ചി അപ്പുറത്ത് മദറിൻ്റെ റോസി അമ്മയുടെ അടുത്ത് കാണും, ഞാൻ പോയി അവരെ വിളിച്ചിട്ട് വരാവേ, ചേച്ചി കിടന്നു എന്ന് പറഞ്ഞ് റോസിയമ്മയും മദറിനെയും അമ്മച്ചിയും വിളിക്കാൻ വേണ്ടി അനു അപ്പുറത്തെ റൂമിലേക്ക് പോയി. അനു പോയി അവരെ വിളിച്ചിട്ട് വന്നു. അവരെ കണ്ടതും ആവണി എഴുന്നേൽക്കാൻ നോക്കി. വേണ്ട മോളെ, മോളെ കിടന്നോട്ടോ എന്ന് പറഞ്ഞ് അമ്മച്ചി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. അവളുടെ തല തഴുകിക്കൊണ്ട് അമ്മച്ചി ചോദിച്ചു,
അമ്മച്ചിയുടെ മോൾ എഴുന്നേറ്റതാണോ അതോ ഈ പെണ്ണ് എഴുന്നേൽപ്പിച്ചതാണോ എന്ന് അനുവിനെ ചൂണ്ടിക്കൊണ്ട്. അയ്യടാ, ഞാനൊന്നും എഴുന്നേൽപ്പിച്ചില്ല, ചേച്ചിയാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്, അനു പറഞ്ഞു. അമ്മച്ചി വന്നപ്പോൾ എന്നെ വിളിക്കാതിരുന്നില്ലേ? ആവണി സാറാമ്മച്ചിയോട് ചോദിച്ചു. മോള് നല്ല ഉറക്കായിരുന്നു, അതാ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചത്, സാറാമ്മച്ചി പറഞ്ഞു. എന്നിട്ട് ആവണിയുടെ മേലെ കൈയൊന്ന് വെച്ച് നോക്കി. ചൂട് കുറഞ്ഞിട്ടുണ്ട് റോസി, മദറിൻ്റെ അമ്മയോടും റോസി അമ്മയോടുമായി അമ്മച്ചി പറഞ്ഞു. ഹാവു, സമാധാനായി, റോസി അമ്മ പറഞ്ഞു. ആവണി അവരെ നോക്കിയൊന്ന് ചിരിച്ചു. അമ്മച്ചി അവളുടെ തല തലോടി. അമ്മച്ചി ചായ തരട്ടെ? ആവണിയോട് ചോദിച്ചു. വേണ്ട അമ്മച്ചി, ഇങ്ങനെ ഇരുന്നാൽ മതി, അവൾ കൈ പിടിച്ചു കൊണ്ട് പറഞ്ഞു. റോസി, സാറ പറയുന്നതേ അവർ ഇവിടെ നിൽക്ക എന്നാ, മദറമ്മ റോസി അമ്മയോട് പറഞ്ഞു. അത് കേട്ടതും റോസി അമ്മ ചോദിച്ചു. അത് പിന്നെ അത് ബുദ്ധിമുട്ടാവില്ലേ എന്ന്. അയ്യേ, എന്ത് ബുദ്ധിമുട്ട്? ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ വന്നത്, അവൻ്റെ മോളുടെ അടുത്ത് ഇരിക്കും ഈ ആഴ്ച എന്ന്. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് പേടിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇച്ചായനെ മോളുടെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ട് മെല്ലെ വന്നാൽ മതി എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇവളെ ഞാൻ എൻ്റെ സ്വന്തമായിട്ടാണ് വിചാരിക്കുന്നത്, അതുകൊണ്ട് വീട്ടിൽ പോയാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലാന്നേ. ഞാൻ നോക്കിക്കോളാം അതുകൊണ്ട് മോളെ, റോസി അമ്മയോട് സാറാമ്മച്ചി പറഞ്ഞു. പിന്നെ മഠത്തിലെ 2 പണിക്കാർ ലീവാണെന്ന് പറഞ്ഞത്ര ഇന്ന്, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണെന്ന് മദർ വരുമ്പോൾ പറഞ്ഞു. അപ്പോൾ റോസിയും കൂടെ ഇല്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ, അത്രയും കുട്ടികളുടെ കാര്യം നോക്കണ്ടേ, അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം മോളെ. അതോ ഞാൻ മോളെ നേരെ നോക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? സാറ റോസി അമ്മച്ചിയോട് ചോദിച്ചു. സാറാമ്മച്ചി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും റോസി അമ്മയ്ക്ക് ആവണിയെ വിട്ടു പോകാൻ മനസ്സില്ലായിരുന്നു. റോസി അമ്മയ്ക്ക് മറ്റു കുട്ടികളോട് തോന്നാത്ത ഒരു പ്രത്യേകതരം ഇഷ്ടവും വാത്സല്യവും എല്ലാം ആവണിയോടുണ്ടായിരുന്നു. അവർ ആലോചനയിൽ മുഴുകി. അപ്പോഴാണ് മദറമ്മയും സാറാമ്മച്ചിയെ സപ്പോർട്ട് ചെയ്തത്. അവർ രണ്ടാളും കൂടി പറഞ്ഞപ്പോൾ റോസി അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ചു നേരം അവർ 3 പേരും കൂടി ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അനുവാണെങ്കിൽ ആവണയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. വീണ്ടും പനി പകരൂ എന്നൊക്കെ സാറാമ്മച്ചി പറഞ്ഞിട്ടും അവൾക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ പനി വരുവാണെങ്കിൽ വരട്ടെ എന്നായിരുന്നു അവളുടെ മറുപടി. എന്നിട്ട് വീണ്ടും ആവണയെ ഒന്നും കൂടി ചേർത്ത് പിടിച്ച് കിടന്നു അനു. ഇങ്ങനെ മുറുക്കെ പിടിച്ച അവൾക്ക് കൈയും കാലും വേദനിക്കും പെണ്ണെ, അമ്മച്ചി അനുവിനോട് പറഞ്ഞു. ആളോട് ചേച്ചി വേദനിക്കുന്നുണ്ടാ? ഇല്ല എൻ്റെ അനുക്കുട്ടി, എനിക്കൊരു കുഴപ്പമില്ല, ആവണി പറഞ്ഞു. ഒരു കുഴപ്പമില്ലല്ലോ, അമ്മച്ചി കേട്ടല്ലോ അല്ലേ ഇത്? ഓ കേട്ടു. അമ്മച്ചി അങ്ങനെ പറഞ്ഞ് റോസി അമ്മയുടെയും മദറമ്മയുടെയും അടുത്തേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം റോസിയമ്മയും കൂട്ടി മദറമ്മ പോകാൻ വേണ്ടി ഒരുങ്ങി. റോസിയമ്മയ്ക്ക് ഇപ്പോഴും അല്പ മനസ്സാണ് അവിടെ വിട്ടു പോകാനായിട്ട്. അവർ ആവണിയുടെ തലയിൽ തഴുകിയിട്ട് ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് മദറിൻ്റെ കൂടെ കാറിൽ കയറി. അവരെ യാത്രയാക്കാൻ ഉമ്മറത്തേക്ക് ആവണിയും വന്നിട്ടുണ്ടായിരുന്നു. ആവണിയെ കൺചിമാതെ നോക്കിക്കൊണ്ടിരുന്നു കാർ പുറപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരെ റോസി അമ്മച്ചി. അവർക്ക് ഇത്തിരി വല്ലായ്മയൊക്കെ തോന്നിയിട്ടോ സാറാമ്മച്ചിയോട്. അവർ കാരണമല്ലേ ഇപ്പോൾ റോസി അമ്മച്ചിക്ക് പോവേണ്ടി വന്നത്. എന്നാലും അതൊന്നും അവർ കാണിച്ചില്ല. മറ്റാരേക്കാളും ആവണയോട് ഒരല്പം ഇഷ്ടം കൂടുതൽ റോസി അമ്മയ്ക്ക് തന്നെയായിരുന്നു. അവരുടെ ആ മഠത്തിൽ അവർ സ്വന്തം മോളെ പോലെയാണ് ആവണയെ കണ്ടിരുന്നത്. വാ മോളെ, നമുക്ക് റൂമിൽ പോയി കിടക്കാം, ഇങ്ങനെ നിൽക്കണ്ട, അമ്മച്ചി ആവണിയോട് പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അമ്മച്ചി. ഇപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ തോന്നും, ചിലപ്പോഴേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വയ്യാതാവും, അതുകൊണ്ട് ഇപ്പോൾ വന്ന് കിടക്ക് മോളെ. പനിയെല്ലാം മുഴുവനായി മാറിയിട്ട് നമുക്ക് ഉമ്മറത്ത് വന്നിരുന്ന് ഉലാത്താം.
എന്തായാലും പനി മാറി കുറച്ച് ദിവസം കൂടി ഞാൻ മോളുടെ കൂടെ നിന്നിട്ട് എൻ്റെ മോളുടെ ആരോഗ്യമൊക്കെ ഒന്ന് നേരാക്കിയിട്ട് ഞാൻ പോകത്തുള്ളൂ. എന്താ എൻ്റെ കൊച്ചിൻ്റെ കോലം, ആകെ വയ്യാണ്ടായി എന്ന് പറഞ്ഞ് ആവണിയെ ചേർത്ത് പിടിച്ചു സാറാമ്മച്ചി. ഇത് കണ്ടു നിന്ന അനുമോള് പറഞ്ഞു, മതി മതി, ഇവിടെ നിന്നുള്ള കെട്ടിപ്പിടുത്തവും എല്ലാം ഇനി ബാക്കിയുള്ളതൊക്കെ റൂമിൽ ചെന്നിട്ടാവാം. ഓ കുശുമ്പത്തി, അനുമോളോട് ആവണി പറഞ്ഞു. ഇത്തിരി കുശുമ്പൊക്കെ ഉണ്ട്. അമ്മച്ചിക്കേ ചേച്ചിയെ കൂടുതൽ ഇഷ്ടം. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് 2 മക്കളെയും ഒരുപോലെ തന്നെയാ. വന്നേ രണ്ടാളും എന്ന് പറഞ്ഞ് അമ്മച്ചി 2ആളെയും കൊണ്ട് റൂമിലേക്ക് ചെന്നു. മോളെ, മൂക്കടപ്പിന് ചുക്ക് കാപ്പിയോ ചുടുവെള്ളമോ വല്ലതും വേണോ നിനക്ക്? അമ്മച്ചി ചോദിച്ചു. എനിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട അമ്മച്ചി, എൻ്റെ അമ്മച്ചി എൻ്റെ കൂടെ കുറച്ചേരം ഇരുന്നാൽ മതി, ആവണി അമ്മച്ചിയോട് പറഞ്ഞു. അമ്മച്ചിയുടെ കരുതലും അമ്മച്ചിയുടെ വാത്സല്യം തുളുമ്പുന്ന മുഖവും അവളോടുള്ള പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ആവണിക്ക് ശരിക്കും സന്തോഷമായി. അവൾ ആ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിക്കൊരു കാര്യം അറിയോ? അന്ന് എന്നെ കാറടിച്ച ആളില്ലേ, ഞാനിപ്പോൾ അയാളെ കണ്ടാലേ നല്ലൊരു ചിലവ് കൊടുക്കും. എനിക്ക് അയാളോടിപ്പോൾ ഭയങ്കര നന്ദിയും കടപ്പാടൊക്കെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ ചേച്ചി? അനു ചോദിച്ചു. അയാൾ കാരണല്ലേ എനിക്ക് ഇത്രയും നല്ലൊരു അമ്മച്ചിയെ കിട്ടിയത്, ആവണി കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. കാരണം അമ്മച്ചിയുടെ ഈ കരുതലൊക്കെ അവൾ കുഞ്ഞുനാളിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവളുടെ അമ്മയെ കാത്തിരുന്ന ദിവസങ്ങളിലെല്ലാം അമ്മ വരുന്നതും അമ്മ അവളിങ്ങനെ തലോടുന്ന എല്ലാം അവൾ കൊതിച്ചിരുന്നു. എന്നാൽ അതൊക്കെ അവൾക്ക് ഇപ്പോഴല്ലേ കിട്ടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്കിപ്പോൾ അയാളോട് നന്ദി മാത്രമേ ഉള്ളൂ, ആവണി ചിരിച്ചുകൊണ്ട് അമ്മച്ചിയോട് പറഞ്ഞു. നിനക്ക് നന്ദി. ഇപ്പോഴും ആ വഴിയിൽ കൂടെ പോകുമ്പോഴേ ചോരയെ കുളിച്ച് കിടക്കുന്ന നിന്നെയാണ് എനിക്ക് ഓർമ്മ വരിക. ആ സമയമുണ്ടല്ലോ എൻ്റെ കൊച്ചേ, എൻ്റെ മനസ്സിൽ കൂടെ ഒരു മിന്നൽ കടന്നു പോവും, അറിയോ നിനക്ക്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അന്ന് ഞങ്ങൾ ആ വഴി വന്നില്ലെങ്കിലോ, എല്ലാം വരാൻ വൈകിയിരുന്നെങ്കിലോ? അമ്മച്ചി ഒരു പകപ്പോടെ ആവണിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അമ്മച്ചിക്ക് അത് ഓർക്കുമ്പോൾ പോലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതിന് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ അമ്മച്ചി, എനിക്കെൻ്റെ അമ്മച്ചിയെ കിട്ടാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായേ എന്നാണ് എൻ്റെ വിശ്വാസം, അവള് പറഞ്ഞു. അതെന്താ അപ്പം എന്നെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അനു ചോദിച്ചു. നിന്നെയും തന്നെ. അതെ, നിന്നെ എനിക്ക് കിട്ടാൻ തന്നെയായിരുന്നു. എന്നാലും മോളെ അറിയോ, ആ ചോരയെ കുളിച്ച് കിടന്ന നിന്നെ എൻ്റെ സിവിച്ചൻ എടുത്തുകൊണ്ട് എൻ്റെ കൈ കൊണ്ടുവന്നപ്പോഴേ ഒരു വിറയലായിരുന്നു എനിക്ക്. അന്ന് നിന്നെ എൻ്റെ മടിയിൽ വെച്ച് തന്നപ്പോൾ തന്നെ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ആ ദിവസം. സിവിച്ചൻ നിന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് കാറിൽ പായുകയായിരുന്നു, അതും ആ പെരുമഴയത്ത്. നിനക്കറിയോ കൊച്ചേ, ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ നിൻ്റെ അവസ്ഥയെക്കുറിച്ചെല്ലാം പറയുമ്പോഴൊക്കെ എൻ്റെ നെഞ്ചൊക്കെ പിടയുകയായിരുന്നു. എന്തോ നീ എൻ്റെ കയ്യിൽ വന്നത് മുതൽ എനിക്ക് എന്തോ ഒരു തോന്നലായിരുന്നു നീ എൻ്റെ ആരോഗ്യമാണെന്ന്. ഞങ്ങൾ അവിടെ നിന്ന് ഓരോ നിമിഷവും നെഞ്ച് പിടപിടയ്ക്കുന്നുണ്ടായിരുന്നു. ബ്ലഡ് നല്ലവണ്ണം ലോസ് ആയിട്ടുണ്ടായിരുന്നു നിനക്ക്. അവർ എത്രയും പെട്ടെന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാണെന്ന് അവർ എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് സിവിച്ചൻ ഇവരുടെ അപ്പച്ചനോട് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞത് വന്നതും ബ്ലഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതും. അപ്പോഴാണ് അപ്പച്ചനോട് അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പും അത് തന്നെയാണെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവൻ പറഞ്ഞപ്പോൾ തന്നെയാണ് ഞാൻ ആ കാര്യം ഓർത്തത് തന്നെ. പിന്നെ എങ്ങനെയോ മോൾ ഇവിടെ ഓഫണേജത്തെ ആണെന്ന് അറിഞ്ഞു. പിന്നെ മദറും റോസിയമ്മയും എല്ലാം വന്നു. ആകെ ബഹളമായിരുന്നു ആ ദിവസം, ഇപ്പോഴും മായാതെ എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ എല്ലാവരും വന്നെങ്കിലും നിന്നെ കാണാതെ നിനക്ക് ഓക്കെ ആണോ എന്നറിയാതെ അവിടം വിട്ട് പോകാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ആ ഒരാഴ്ച എൻ്റെ പൊന്നുമോള് ഹോസ്പിറ്റലിൽ ബോധം വരാതെ കിടന്നില്ലേ. ഇവർക്ക് എന്തെങ്കിലും പറ്റിയ എന്തായിരുന്നോ അതായിരുന്നു എൻ്റെ അവസ്ഥ. എൻ്റെ അപ്പോഴത്തെ സ്ഥിതി
അമ്മച്ചി പകപ്പോടെ പറഞ്ഞു. അതെല്ലാം ഓർത്താൽ ഇപ്പോഴൊരു പിടച്ചിലാ മോളെ. അതെല്ലാം കഴിഞ്ഞിട്ട് 3 കൊല്ലമായില്ലേ അമ്മച്ചി, ഇനി അത് വിട്ടേക്ക്. ആവണി അമ്മച്ചിയെ സമാധാനിപ്പിച്ചു. ഇത്ര നാളായിട്ടും എൻ്റെ ജീവൻ രക്ഷിച്ച അമ്മച്ചിയുടെ മോനെ മാത്രം കാണാൻ പറ്റിയില്ല, ആവണി പറഞ്ഞു. ആ, ഞാൻ മോളോട് പറഞ്ഞില്ലേ, അന്നായിരുന്നു അവന് ട്രെയിനിങ്ങിന് പോകേണ്ടിയിരുന്നത്. മോൾക്ക് അന്ന് ബ്ലഡും തന്ന് അവൻ്റെ ഒരു കൂട്ടുകാരനെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിലാക്കിയിട്ടാണ് അവൻ ട്രെയിനിങ്ങിന് പോയത് തന്നെ. അവിടെ എത്തിയിട്ടും അവന് സമാധാനം ഉണ്ടായിരുന്നില്ല. അവൻ എന്തായി ഇവിടുത്തെ കാര്യങ്ങളെന്ന് എപ്പോഴും വിളിച്ചന്വേഷിക്കുമായിരുന്നു. പിന്നെ സിവിച്ചന് ട്രെയിനിങ് കഴിഞ്ഞിട്ടും അവിടെ തന്നെയല്ലേ പോസ്റ്റിങ് കിട്ടിയത്. അതാ മോളെ കാണാത്തെ. എന്തായാലും ഉടൻ തന്നെ അമ്മച്ചി മോളുടെ മുന്നിൽ അവനെ കൊണ്ടുവന്ന് നിർത്തും, പോരെ? സാറമ്മച്ചി ആവണിയോട് പറഞ്ഞു. അവനിപ്പോൾ നാട്ടിലുണ്ട്, പക്ഷേ കുറച്ച് തിരക്കിലാണ് മോളെ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അത് വഴിയേ പറയാം. അമ്മച്ചി കാര്യമായിട്ട് ആവണിയെ നോക്കി പറഞ്ഞു. അമ്മച്ചി പറയുമ്പോൾ കേട്ടുനിന്ന അനുവും ഒരു കള്ളച്ചിരി ചിരിക്കുന്നുണ്ടായിരുന്നു. ആ തിരക്കുകളൊക്കെ കഴിയട്ടെ, മോൾക്ക് എന്തായാലും കാണേണ്ടി വരും അവനെ. ആ, പള്ളി വെച്ചിട്ടേ മോൾ ഈയിടെ അവനെ കണ്ടു കാണും, അറിയാത്ത കൊണ്ടായിരിക്കും, അമ്മച്ചി പറഞ്ഞു. അവൾ ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. പള്ളി വെച്ച് കണ്ട കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഡേവിഡിൻ്റെ ഓർമ്മയാണ് വന്നത്. അവൾ ഡേവിഡിൻ്റെ ഓർമ്മയിലേക്ക് മുഴുകി. എന്നാൽ സിവിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അവൾ അധികം ചെവി ഓർത്തില്ല. അങ്ങനെ അമ്മച്ചിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആവണിക്ക് ഒരു കോൾ വന്നത്. അനുവിൻ്റെ അടുത്തായിരുന്നു അവളുടെ ഫോൺ. അനൂട്ടി, ആ ഫോണൊന്ന് എടുത്തതായോ? ആ ചേച്ചി, എടുത്തരാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ആവണിക്ക് നേരെ നീട്ടി. ആവണി ഫോൺ വാങ്ങി നോക്കി. ഡേവിഡ് സാർ കോളിംഗ് എന്നായിരുന്നു കണ്ടിരുന്നത്. ആ ബാക്കി ഡേവിഡിൻ്റെയും ആവണിൻ്റെയും കഥ എന്തെന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സപ്പോർട്ട് ചെയ്യണേ.